ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ, നമ്മളെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഓർഗാനിക് ആണെന്ന് അറിയാലോ. കോർഡിനേഷൻ, ഹാലോ ആൽക്കെയിൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്സ്. ഈ 4 ചാപ്റ്റർ നിന്നാണ് 60 മാർക്ക് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള 18 മാർക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ടേമിന്റെ പോർഷൻ ആണ്. ഈ 60 മാർക്ക് വാങ്ങാൻ 4 ചാപ്റ്റർ പഠിച്ചാൽ മതി. 4 ചാപ്റ്റർ 60ൽ 45 മാർക്കും ഓർഗാനിക് എന്നാണ്. ആ ഓർഗാനിക്കിലെ മുഴുവൻ റിയാക്ഷനും ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ തീർക്കാൻ പോവുകയാണ്. അതായത് അരമണിക്കൂർ പഠിച്ചാൽ ഏകദേശം ഒരു 45 മാർക്ക് അല്ലെങ്കിൽ 40 മാർക്ക് നിനക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും. അത് തന്നെയാണ്. ഓക്കെ, നമ്മൾ സംസാരിക്കുന്നത് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കണം. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരൻസിൽ ആദ്യത്തെ റിയാക്ഷൻ ആണ് ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ. ഒന്നുമില്ലടാ, എന്താ ഫിംഗിൾസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ക്ലോറൈഡുകളാണ്. ഇതാണ് ആൽക്കൈൽ ക്ലോറൈഡ്. ക്ലോറൈഡുകളെ അയോഡൈഡുകളാക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. ക്ലോറിൻ അയോഡിനാക്കി മാറ്റുക. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ. ഉപയോഗിക്കുന്ന സോൾവെന്റ് റിയേജന്റ് ആരാ? സോഡിയം അയറൈഡ്. ഇത് ചോദിച്ചോളൂ. ഇതിനുപയോഗിക്കുന്ന റിയേജന്റ് ആരാന്ന് ചോദിച്ചത്? സോഡിയം അയറൈഡ്. ഒരു അസറ്റോൺ എന്ന് പറഞ്ഞ സോൾവെന്റ് ഉണ്ട്. അസറ്റോൺ എന്ന് പറഞ്ഞ സോൾവെന്റ് ഫിംഗിൾസ്റ്റെയിൻ കഴിഞ്ഞു. ഇനി സ്വാർട്സ് റിയാക്ഷൻ ആണ്. ഒന്നുമില്ലടാ, ക്ലോറൈഡുകളെയും ബ്രോമൈഡുകളെയും ഫ്ലൂറൈഡുകളാക്കി മാറ്റുക. ക്ലോറിന് പകരം ഫ്ലൂറിൻ വരിക. ക്ലോറിന് പകരം ഫ്ലൂറിൻ വരിക. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? സ്വാർട്സ് റിയാക്ഷൻ ഉപയോഗിക്കുന്നത് AgF ആണ്. AgF ആൻഡ് അസറ്റോൺ ആണ്. AgF ആൻഡ് അസറ്റോൺ. കഴിഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതിലെ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷനിൽ ആൽക്കൈൽ ഹാലൈഡിന്റെ പ്രിപ്പറേഷനിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആൽക്കഹോൾ എന്നും ആൽക്കൈൽ ക്ലോറൈഡുകൾ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് ആണ്. എന്തുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആൽക്കഹോൾ എന്ന് പറ, ഇതാണ് ആൽക്കഹോൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് ആര് കിട്ടണം? ആൽക്കൈൽ ക്ലോറൈഡ്. OH പോയിട്ട് Cl വരണം. OH പോയിട്ട് ആര് വരണം? Cl. ആൽക്കൈൽ ക്ലോറൈഡുകൾ വരണം. അതിന് ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് അഥവാ SOCl2 ആണ്. എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ. ഒന്നുമില്ലടാ, 2 ബൈ പ്രോഡക്റ്റുകൾ. ഒന്നാമത്തെ സൾഫർ ഡയോക്സൈഡും രണ്ടാമത്തെ HCl-ഉം രണ്ടും ഗ്യാസ് ആണ്. സെപ്പറേഷൻ ആവശ്യം தெரிയാൽ മതി. ബോത്ത് ബൈ പ്രോഡക്ട്സ് ആർ ഗ്യാസ്. സെപ്പറേഷൻ ഈസ് നോട്ട് നെസസറി. സെപ്പറേഷന്റെ ആവശ്യമില്ല. സോ തയോണൈൽ ക്ലോറൈഡ് ആൽക്കഹോളിന്ന് ആൽക്കൈൽ ക്ലോറൈഡുകൾ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് ആണെന്ന്. ക്ലിയർ. അടുത്ത് ഡിഫറൻഷിയേറ്റ് SN1 ആൻഡ് SN2. പിന്നെ അത് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാണ്. ആൽക്കൈൽ ഹാലൈഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ് SN1 ആൻഡ് SN2 റിയാക്ഷൻ. അപ്പൊ 2 കോളം വരയ്ക്കുക. വളരെ ഈസിയാണ് ഇതൊക്കെ. 2 കോളം വരയ്ക്കുക. 2 കോളം വരയ്ക്കുക. ഒരു കോളത്തിൽ SN1 എഴുതുക, ഒരു കോളത്തിൽ SN1 എഴുതുക, ഒരു കോളത്തിൽ SN1 എഴുതുക, മറ്റേ കോളത്തിൽ SN2 എഴുതുക. SN1ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയാക്ടന്റിന്റെ റേറ്റ് റിയാക്ടന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. റിയാക്ടന്റ് അളവ് കൂടുകയും കുറയുകയും ചെയ്താൽ റിയാക്ഷന്റെ വേഗത മാറും. ഇവിടെ SN2ന്റെ പ്രത്യേകത റിയാക്ഷന്റെ റേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? റിയാക്ടന്റിനെയും റിയേജന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. റിയാക്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, റിയേജന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് SN2. ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ ഇതെന്താ? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. 3-4 പോയിന്റ് എഴുതിയാൽ വേണ്ട മാർക്കാ. സെക്കൻഡ് ഓർഡർ. ഇത് 2 സ്റ്റെപ്പ് ആണെങ്കിൽ ഇത് സിംഗിൾ സ്റ്റെപ്പ്. എന്താ പറയാ? സിംഗിൾ സ്റ്റെപ്പ്. ക്ലിയർ അല്ലേ? ഇവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടേഴ്സറി ഹാലൈഡ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഹാലൈഡ് ഗ്രേറ്റർ ദാൻ ടേഴ്സറി ഹാലൈഡ്. ഒന്ന് മാറ്റട്ടെ. ടേഴ്സറി ഹാലൈഡ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വരികയാണെങ്കിൽ നോക്കിക്കോ. ടേഴ്സറി ഹാലൈഡ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഹാലൈഡ് ഗ്രേറ്റർ ദാൻ പ്രൈമറി ഹാലൈഡ്. ഇതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി പ്രൈമറി ഹാലൈഡ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഹാലൈഡ് ഗ്രേറ്റർ ദാൻ ടേഴ്സറി ഹാലൈഡ്. കിട്ടിയില്ലേ? 4 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സാൻമേസ് ഹാലോ അരൈൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകുക. ഹാലോ ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയി 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇനി പിന്നെ ഹാലോ അരൈൻസിന്റെ പ്രിപ്പറേഷനാ സാൻമേയസ് റിയാക്ഷൻ. എന്താണ് സാൻമേയസ് റിയാക്ഷൻ ചോദിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. എന്താ വിളിക്കുക? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. എന്താണ് സാൻമേയസ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് CuCl വെച്ചാൽ ക്ലോറോബെൻസീൻ കിട്ടും. CuBr മക്കൾ നോക്കണേ CuBr വെച്ചാൽ ബ്രോമോബെൻസീൻ കിട്ടും. ഈ 2 റിയാക്ഷനാണ് ഇപ്പോൾ മക്കളെ സാൻമേയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് അയോഡോബെൻസീൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ പൊട്ടാഷ്യം അയോഡൈഡ് വെച്ചാൽ അയോഡോബെൻസീനായി മാറി. എന്തായി മാറി? അയോഡോബെൻസീൻ. എല്ലാ പ്രിപ്പറേഷനും ഒരുമിച്ച് പഠിച്ചു.
ഇതിലേക്ക് ഫ്ലൂറോബോറിക് ആസിഡ് അഥവാ HBF4 ഫ്ലൂറോബോറിക് ആസിഡ് വെച്ച് ചൂടാക്കിയാൽ അത് ഫ്ലൂറോ ബെൻസീനായി മാറി. അപ്പോൾ ഹാലോവറൻസിന്റെ മൊത്തം പ്രിപ്പറേഷൻ ആയി. ക്ലിയർ അല്ലേ? സാൻമിയസ് റിയാക്ഷൻ, ഇത് രണ്ടും സാൻമിയസ് ആണ്. യെസ്, അടുത്തത്. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ, ഹാലോവറൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹാലോവറൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പോവാറില്ല. എന്തുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഹാലോവറൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറില്ല. എന്തുകൊണ്ട്? ഒന്നാമത്തെ പോയിന്റ് ഇതാ, ഹാലോവറിൻ ഇതാണ് ഹാലോവറിൻ. ഇതിൽ ഹാലോജൻ പോയി കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫീനൈൽ കാർബോകാറ്റയോൺ. എന്താ വിളിക്കുക? ഫീനൈൽ കാർബോകാറ്റയോൺ. ഇത് ലെസ് സ്റ്റേബിൾ ആണ്. ഒരിക്കലും ഞാനായാലും നിങ്ങളായാലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോകാൻ ശ്രമിക്കുമോ? ഇല്ല. ഹാലോജൻ ഒഴിവായി കഴിഞ്ഞാൽ ഫീനൈൽ കാർബോകാറ്റനായി മാറും. അത് ലെസ് സ്റ്റേബിൾ ആണ്. രണ്ടാമത്തെ റീസൺ ഇതാ, ഹാലോവറൻസിന് എന്താണ്? ഹാലോവറൻസിൽ ഇതാ ഹാലോവറൻസിന്റെ പ്രത്യേകത കാർബൺ ഹാലോജൻ ബോണ്ട് having some partial double bond character by resonance. ഹാലോവറൻസിൽ കാർബണും ഹാലോജനും തമ്മിൽ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ബൈ റെസനൻസ് വഴി പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. ബോണ്ട് ബ്രേക്കിംഗ് ഡിഫിക്കൽട്ട് ആയി മാറി. ഹാലോവറൻസിലെ കാർബണും ഹാലോജനും തമ്മിൽ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ബൈ റെസനൻസ്. ക്ലിയർ? അതുകൊണ്ട് ഹാലോവറൻസിലെ കാർബൺ ക്ലോറിൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ട് റീസൺ എഴുതിയേക്ക്. ഓക്കെ, മാർക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ. യെസ്. ഇനി ചോദിക്കുക, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഹാലോവറൻസ്. റൈറ്റ് എനി 3 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ or any 4 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഹാലോവറൻസ് ചോദിക്കും. അപ്പോൾ മക്കൾ വേഗം എഴുതണം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെ എഴുതാം? ഇതാണ് ഹാലോവറൻസിലെ നൈട്രിക് ആസിഡ് നോക്കോ. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും വെക്കുക. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും വെച്ചാൽ നൈട്രോഫീനോൾ, ഓർത്തോ നൈട്രോ പ്രോഡക്റ്റ് ഉണ്ടാവും, പാരാ നൈട്രോ പ്രോഡക്റ്റ് ഉണ്ടാവും. അതിൽ മേജർ പ്രൊഡക്റ്റ് പാരാ പ്രൊഡക്റ്റ്, റിപ്പൾഷൻ കുറവുള്ള പ്രൊഡക്റ്റ്. പാരാ പ്രോഡക്റ്റ് എവിടെ എഴുതിയില്ല, ഓർത്തോ പ്രോഡക്റ്റ് എഴുതിയിട്ടില്ല. ഓർത്തോ പ്രോഡക്റ്റും ഫോം ചെയ്യും. നൈട്രോ ഗ്രൂപ്പ് ഓർത്തോയിലേക്കും പോകും, പാരയിലേക്കും പോകും. പക്ഷേ പാരാ പ്രോഡക്റ്റ് മാത്രമേ എഴുതിയുള്ളൂ. ഇതാണ് നൈട്രേഷൻ. ഇനി ഇതാണ് ആൽക്കൈലേഷൻ. ആൽക്കൈൽ ഹാലൈഡും AlCl3, ഇതിനെ വിളിക്കുന്ന പേര് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. എന്താ വരിക? ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങോട്ടാ വരിക? പാരയിലേക്കടാ. ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന പാരയിലേക്ക് എങ്ങോട്ട് പോകാനാടാ? റിപ്പൾഷൻ കുറവുള്ള പാരയിലടാ. അപ്പൊ പാരയിലേക്കല്ലേ പോകുള്ളൂ. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? FC ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇനി ഇതിലേക്ക് ആസിഡ് ക്ലോറൈഡ് ചേർക്കുക. ആസിഡ് CH3COCl, ആസിഡ് ക്ലോറൈഡ് ചേർത്താൽ എന്ത് വരും? COCS3 വരും. COCS3. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എന്താ വിളിക്കുക? പറ. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ക്ലിയർ അല്ലേ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. ഇനി സൾഫണേഷൻ പറയാം. SO3H വരുന്നത്. അടുത്ത് എന്താണ് ക്ലോറോഫോം? CHCl3 വിളിക്കുന്ന പേരാണ് ക്ലോറോഫോം. ക്ലോറോഫോമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ് ബോട്ടിൽ. എന്തുകൊണ്ട് ക്ലോറോഫോം കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നു? ഒന്നുമില്ല. ക്ലോറോഫോം സൺലൈറ്റിന്റെ പ്രസൻസിൽ വളരെ സ്ലോ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ചെയ്ത് പോസ്റ്റ്ജീൻ അഥവാ കാർബണൈൽ, ഇതിനെ വിളിക്കുന്ന പേരെന്താ? പോസ്റ്റ്ജീൻ അഥവാ കാർബണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈലി പോയ്സണസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലോറോഫോം സൺലൈറ്റിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ക്ലോറോഫോമിനെ എതിൽ സൂക്ഷിക്കുന്നത്? ഡാർക്ക് കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ. DDT ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് DDT എന്ന ട്രൈക്ലോറോ ഈഥെയ്ൻ ആണ്. ട്രൈക്ലോറോ ഈഥെയ്ൻ വിളിക്കുന്ന പേരാണ് DDT. ട്രൈക്ലോറോ ഈഥെയ്ൻ. ഇതിന്റെ ഫുൾ നെയിം പറഞ്ഞത്. ഇത് ബെൻസീൻ ആണ്. ക്ലോറിൻ. യെസ്. അപ്പൊ നോക്കിക്കോ, ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് DDT. എന്താ പറ? ഡൈക്ലോറോ ഡൈഫീനൈൽ. ബെൻസീൻ ഇങ്ങനെ ഫീനൈൽ എന്ന് വിളിക്കുക. ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. കാർബൺ സിംഗിൾ ബോണ്ട്. അതിനെ വിളിക്കുന്ന പേര് DDT. യൂസ്ഡ് ആസ് എ പെസ്റ്റിസൈഡ്. എന്തായിട്ട് ഉപയോഗിക്കുക? ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? പിന്നെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഫ്രീയോൺ ആണ്. എന്താ പറ? ഫ്രീയോൺ എന്തായിരിക്കും? ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥെയ്ൻ. വിളിക്കുന്ന പേരാണ് ഫ്രീയോൺ. യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. എന്തായിട്ട് ഉപയോഗിക്കും? റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഹാലോ ആൽക്കെയിൻസിന് ഹാലോവറൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ റിയാക്ഷൻ നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ആൽക്കഹോൾ ഫീനോൾ സീതേഴ്സിലേക്ക് പോവാണ്. എങ്ങനെ ആൽക്കഹോൾ? റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. എന്താണ് ആൽഡിഹൈഡ്? മക്കൾ പറ. CHO
RCHO ഗ്രൂപ്പ്. CHO ഗ്രൂപ്പ് വന്ന ആൽഡിഹൈഡാ. അതായത് CO ഗ്രൂപ്പിന്റെ ഒരു സൈഡിൽ H ആണെങ്കിൽ ആൽഡിഹൈഡാ. പക്ഷേ CO ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും കാർബൺ ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കീറ്റോൺ. എന്താ വിളിക്കുക? കീറ്റോൺ. ഇതിനെ റെഡ്യൂസ് ചെയ്യാം. ലിഥിയം അലൂമിനിയം എന്ത് വെച്ച് റെഡ്യൂസ് ചെയ്യാം? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്യാം. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്യുക. ഈസി ആയിട്ട് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന റെഡ്യൂസിങ് ഏജന്റാണ്. ഒറ്റ കാര്യം പഠിക്കണ്ടു. CO ബിക്കം CH. ഇവിടെ ഓർമ്മിച്ചാൽ മതി. CO എന്തായി മാറി? CO ബിക്കം CHOH. ഇത്രയും ഓർമ്മിക്കണ്ടു. എവിടെ CO ഉണ്ടാകും? CHOH ആയി മാറും. അതായത് ഇവിടെയുള്ള CO എന്തായി മാറി? ഇവിടെയുള്ള CHOH ആയി മാറും. അതായത് CH3 CHOH H കിട്ടില്ലേ? CH3 CH2OH പ്രൈമറി ആൽക്കോൾ. എന്ത് കിട്ടി? പ്രൈമറി. അപ്പൊ ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൈമറി ആൽക്കോൾ കിട്ടി. അടുത്ത് നോക്കിയേ, ഇവിടെ നോക്കിയേ, CH3 CO എന്തായി മാറും? CHOH CH3. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സെക്കൻഡറി ആൽക്കോൾ. എന്താ വിളിക്കുക? സെക്കൻഡറി. അപ്പൊ ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കോളും കീറ്റോണിനെ റെഡ്യൂസ് ചെയ്ത് കിട്ടി സെക്കൻഡറി ആൽക്കോളും കിട്ടി എന്ന്. റെഡി അല്ലേ? യെസ്. ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ് ഒന്നുമില്ല. ഇതാ ഫോർമാൽഡിഹൈഡ് HCHO. രണ്ട് കാർബണിൽ വെച്ചാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് വെക്കുക. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ RMgBr. എന്നിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക എന്നാണ്, ഈ R ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ R ഗ്രൂപ്പ് ഇവിടെ പോയി അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഡബിൾ ബോണ്ട് OH ആയി, ഡബിൾ ബോണ്ട് ഒന്നായി മാറി OH ആയി മാറി. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? HCHOHR. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ആൽക്കോൾ. എന്താ വിളിക്കുക? പ്രൈമറി. അതേസമയം ഇത് ഫോർമാൽഡിഹൈഡ് അല്ലാത്ത ഏത് ആൽഡിഹൈഡും RCHO. ഇതിലേക്ക് RMgBr വെക്കുക. RMgBr വെക്കുക. ഫോർമാൽഡിഹൈഡ് അല്ല. ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ചുറ്റും രണ്ട് സൈഡിലും ഹൈഡ്രജൻ ആണെങ്കിൽ ഫോർമാൽഡിഹൈഡ്. ഒരു സൈഡിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വന്നാൽ അതർ ആൽഡിഹൈഡായി മാറി. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത ഏത് ആൽഡിഹൈഡും എന്താ സംഭവിക്കുക? ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് കണ്ടോ? ഈ ഗ്രൂപ്പ് ഇവിടെ പോയി അറ്റാച്ച് ചെയ്യും. CO ഗ്രൂപ്പ് എന്തായി മാറി? OH ആയി മാറും. അപ്പൊ എന്താ കിട്ടുക? പറഞ്ഞേ പ്രോഡക്റ്റ് കിട്ടുന്ന പറഞ്ഞേ പ്രോഡക്റ്റ് പറഞ്ഞേ RCR. ഇവിടെ എന്തായി മാറി? OH ആയി മാറി H. ഇതിനെ വിളിക്കുക സെക്കൻഡറി ആൽക്കോൾ. ഇതേ സമയം കീറ്റോൺ എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും R ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കീറ്റോൺ. ഇതിലേക്ക് RMgBr എന്താ വെക്കുക? RMgBr വെച്ചാൽ ഈ R ഗ്രൂപ്പ് എവിടെ പോകും? CO എന്തായി മാറി? OH ആയി മാറി. അപ്പൊ എന്താ കിട്ടുക? RCROH. ഇതിനെ വിളിക്കുന്ന പേരാണ് ടെർഷ്യറി ആൽക്കോൾ. അപ്പൊ മക്കൾക്ക് മനസ്സിലായത് ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജനും പ്രൈമറി, അതർ ആൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജനും സെക്കൻഡറി, കീറ്റോണും ഗ്രിഗ്നാർഡ് റിയേജനും ടെർഷ്യറി ആൽക്കോൾ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ ആണ്. എത്തനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫ്രം മൊളാസസ്. മദർ ലിക്വർ ഓഫ് ഷുഗറിനെ വിളിക്കുന്ന പേരാണ് മൊളാസസ്. C12H22O11. മദർ ലിക്വർ ഓഫ് ഷുഗറിനെ വിളിക്കുന്ന പേരാണ് മൊളാസസ്. അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുക. ഈസ്റ്റ് രണ്ട് ടൈപ്പ് എൻസൈമിനെ സപ്ലൈ ചെയ്യും, ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് എന്ത് ചോദിച്ചാൽ ഇത് വെള്ളം ഒഴിക്കണേ. ഇൻവെർട്ടേസ് എന്താ ചെയ്യുക? ഈ ഗ്ലൂക്കോസ് ഷുഗറിന് ഗ്ലൂക്കോസും ഫ്രക്ടോസും മാറ്റും. C6H12O6 രണ്ടുപേർക്കും ഒരേ മോളിക്കുലർ ഫോമിലാണ് C6H12O6. ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കാൻ പറ്റും. ഈ ഗ്ലൂക്കോസിനെ ആൽക്കോളാക്കി മാറ്റുക. ആരാണ്? സൈമേസ്. ആരാ പറ? സൈമേസ് ഗ്ലൂക്കോസിന് ആൽക്കോളാക്കി മാറ്റും. 2C2H5OH. ഇങ്ങനെ കിട്ടുന്ന ആൽക്കോളിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്താ വിളിക്കുക? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാ വിളിക്കുക. ക്ലിയർ ആണ്? 95.6% ആൽക്കോളാണ്. അതിന് ഡിസ്റ്റിലേഷൻ നടത്തിയ 100% ആൽക്കോൾ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കോൾ. എന്താ വിളിക്കുക? അബ്സല്യൂട്ട് ആൽക്കോൾ. അടുത്ത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ ആണ്. ഒന്നുമില്ല, കാർബൺ മോണോക്സൈഡിനെയും ഡൈഹൈഡ്രജനെയും കാറ്റലിറ്റിക് സിങ്ക് ഓക്സൈഡും ക്രോമിയം ട്രയോക്സൈഡും Cr2O3 വെച്ച് ഹീറ്റ് ചെയ്താൽ അത് മെത്തനോളായി മാറും. ഇൻഡസ്ട്രിയിൽ മെത്തനോൾ പ്രിപ്പയർ ചെയ്തു. ഹൈലി പോയിസൺ ആൽക്കോൾ. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ കണ്ണും കാതൊക്കെ അടിച്ചു പോകും. ലാർജ് ക്വാണ്ടിറ്റി മേക്കോസ് ഡെത്ത് എന്നാണ് പറയുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ലൂക്കാസ് ടെസ്റ്റ് ആണ്. പ്രൈമറി ആൽക്കോളിനെയും സെക്കൻഡറി ആൽക്കോളിനെയും ടെർഷ്യറി ആൽക്കോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ലൂക്കാസ് ടെസ്റ്റ്. നോക്കിക്കോ, ഇതാണ് OH, ഇതാണ് പ്രൈമറി. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണ് 2 കാർബണുമായി ടച്ച് ഉണ്ടെങ്കിൽ സെക്കൻഡറി. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണ് 3 കാർബണുമായി ടച്ച് ഉണ്ടെങ്കിൽ എന്താ? ടെർഷ്യറി. ബാക്കിയുള്ള ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 CH2 CH3 CH CH3. ബാക്കിയുള്ളൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. CH3 CH3. കാർബണിന്റെ ബാലൻസ് 4 ആണ് അല്ലെ? ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡുമാണ്. റൂം ടെമ്പറേച്ചർ
റൂം ടെമ്പറേച്ചർ നോ റിയാക്ഷൻ, റിയാക്ഷൻ നടക്കത്തില്ല. ക്ലിയർ അല്ലേ? ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl പ്ലസ് സിങ്ക് ക്ലോറൈഡ് അല്ലെ, ഇവിടെ ആര് വരും? OH മാറിയിട്ട് Cl വരും. OH ഇങ്ങനെ ആലോചിച്ചാൽ മതി. OH മാറിയിട്ട് Cl വരും. CH3 CH3 എവിടെയാണോ OH അവിടെ Cl വരും. ആഫ്റ്റർ 5 മിനിറ്റ് ആണെന്ന് മാത്രം. ആഫ്റ്റർ 5 മിനിറ്റ്. ഈ റിയാക്ഷൻ നടക്കാൻ എന്ത് വേണം? 5 to 10 മിനിറ്റ് വേണം. 5 മുതൽ 10 മിനിറ്റ് വരെ വേണം. ടേഴ്ഷ്യറി ആണെങ്കിൽ എന്ത് ചെയ്യും? സെയിം റിയേജന്റിൽ ടേഴ്ഷ്യറി എന്ത് ചെയ്യും? OH പോയിട്ട് Cl വരും. ഇമ്മീഡിയറ്റ് ആയിരിക്കും, ഇട്ട ഉടനെ റിയാക്ഷൻ നടക്കും. ഈ റിയേജന്റ് ഒഴിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യും? OH പോയിട്ട് Cl വരും. ഇമ്മീഡിയറ്റ് ആണ്, ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ആണ്. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ റൂം ടെമ്പറേച്ചർ റിയാക്ട് ചെയ്യില്ല. സെക്കൻഡറി ആൽക്കഹോൾ 5 to 10 മിനിറ്റ് എടുക്കും. ടേഴ്ഷ്യറിയോ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ആണ്. സോ ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്ഷ്യറി ആൽക്കഹോൾ. ക്ലിയർ ആണ്? ലൂക്കാസ് ടെസ്റ്റ്. അടുത്ത് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണ്. ഡീഹൈഡ്രോജനേഷൻ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. പ്രൈമറി ആൽക്കഹോൾ ഇതാണ് പ്രൈമറി. ഞാൻ എന്താ പറഞ്ഞത്? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണ് ഒരു കാർബൺ മാത്രം ടച്ച് പ്രൈമറി. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണ് 2 കാർബണുമായി ടച്ച് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? സെക്കൻഡറി. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണ് 3 കാർബണുമായി ടച്ച് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ടേഴ്ഷ്യറി. സോ CH3 CH2OH CH3 CH3 CH CH3 CH3 CH3. പ്രൈമറി ആൽക്കഹോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ അത്രയും കാർബണുള്ള ആൾഡിഹൈഡ്. ഇതിനുപയോഗിക്കുന്ന കോപ്പറേറ്റ് 573 കെൽവിൻ. കോപ്പറേറ്റ് 573 എന്തായി മാറി? 2 കാർബണുള്ള ആൾഡിഹൈഡ് CH3CHO. അതേസമയം സെക്കൻഡറി ആൽക്കഹോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക. സെക്കൻഡറി ആൽക്കഹോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന കിട്ടുക കീറ്റോൺ കിട്ടും. എന്താ കിട്ടുക? കീറ്റോൺ. 3 കാർബണുള്ള കീറ്റോൺ കിട്ടും. ടേഴ്ഷ്യറി ആൽക്കഹോൾ നോൺ ഡീഹൈഡ്രോജനേഷൻ ബട്ട് ഡീഹൈഡ്രേഷൻ ആണ്. വാട്ടർ ആണ് റിമൂവ് ചെയ്യുക. വാട്ടർ കോപ്പറേറ്റ് 573 വാട്ടർ റിമൂവ് ചെയ്യും ആൻഡ് ഫോം ആൽക്കീൻ. എന്താ ഫോം ചെയ്യുക? ആൽക്കീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. ആൽക്കീൻ. ക്ലിയർ അല്ല? എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൽക്കീൻ. വാട്ടർ റിമൂവ് ചെയ്യും. ക്ലിയർ? അപ്പൊ പ്രൈമറി ആൽക്കഹോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത കീറ്റോൺ, ടേഴ്ഷ്യറി ആൽക്കഹോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത ആൽക്കീൻ ആയി മാറി. ക്ലിയർ അല്ലേ? യെസ്. അസിഡിറ്റി മെത്തനോൾ, എത്തനോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആരാണ് മോർ അസിഡിക് നോക്കും? ഡിക്രീസിംഗ് ഓർഡർ എഴുതാൻ പറയും. ഏറ്റവും അസിഡിറ്റി മെത്തനോൾ ആണ്. ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ അസിഡിറ്റി എത്തനോൾ ആണ്. ഈ ഓർഡറിലങ്ങ് എഴുതിയാൽ മതിയെ. ഇതങ്ങ് പഠിച്ചേക്കെ. എത്തനോൾ. പിന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അടുത്ത ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ക്ലിയർ അല്ലേ? ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇനി റീസൺ ചോദിച്ചാൽ, ചിലപ്പോൾ റീസൺ ചോദിക്കും. റീസൺ ചോദിച്ചാൽ ഇത്ര എഴുതി വെക്കുക. മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണം എവിടെയാണ് കൂടുതൽ? അവിടെ പ്ലസ് ഐ പറ്റി കൂടുതലാണ്. പ്ലസ് ഐ മാക്സിമം എഴുതി വെക്കുക. പ്ലസ് ഐ മാക്സിമം. ഇവിടെ പ്ലസ് ഐ മിനിമം എഴുതി വെക്കുക. റീസൺ ചോദിച്ചാൽ പ്ലസ് ഐ മിനിമം. ഇതൊക്കെ ഷോർട്ടാക്കി എഴുതി പഠിക്കണം. പ്ലസ് ഐ പറ്റി ആൻഡ് അസിഡിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പ്ലസ് ഐ പറ്റി കൂടുതൽ അസിഡിറ്റി കുറയുന്നു. പ്ലസ് ഐ പറ്റി എവിടെയാണോ കൂടുതൽ അയാൾക്ക് അസിഡിറ്റി കുറവായിരിക്കും. പ്ലസ് ഐ പറ്റി ഇവിടെ കൂടുതലാണ്. 3 മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 3 മിഥൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പ്ലസ് അത്ര നിങ്ങൾക്ക് അറിയില്ലെങ്കിലും പ്ലസ് ഐ പറ്റി കൂടിയാൽ അസിഡിറ്റി കുറയും. ആൽക്കൈൽ ഗ്രൂപ്പിന് എണ്ണം കൂടുതലും പ്ലസ് ഐ പറ്റി കൂടുതൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ആണ്. ഫീനോൾ പ്രിപ്പയർ ക്ലോറോബെൻസിൻ ആണ്. ക്ലോറോബെൻസിലേക്ക് NaOH വയ്ക്കുക. ക്ലോറോബെൻസിലേക്ക് NaOH 623 കെൽവിനും 300 ATM പ്രഷറും. 300 ATM പ്രഷറും. ആര് മാറിട്ട് ആര് വരും? Cl മാറിട്ട് OH വരും. ഫീനോളായി മാറി. ക്ലിയർ അല്ലേ? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡൗസ് പ്രോസസ്. വിളിക്കുക ഡൗസ് പ്രോസസ്. ക്ലിയർ അല്ലേ? അടുത്ത ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. N2+Cl-. ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. വാട്ടർ ആഡ് ചെയ്യുക. അത് ഫീനോളായി മാറി. ഫീനോൾ പ്ലസ് N2+HCl ആണ്. ഫീനോൾ പ്ലസ് N2+HCl. കിട്ടിയോ? അടുത്ത് അപ്പൊ രണ്ട് പ്രിപ്പറേഷൻ പഠിച്ചു. കാര്യമായിട്ട് 2 പ്രിപ്പറേഷൻ. പിന്നെ ക്യുമീൻ എന്ന് ചോദിക്കാറുണ്ട്. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രോപ്പൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. ക്യുമീനെ എയർ ഓക്സിഡേഷൻ നടത്തുക. എയർ ഓക്സിഡേഷൻ അസിഡിഫൈ ചെയ്തതായി മാറി. അത് ഫീനോളായി മാറും. ആദ്യം ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ഫോം ചെയ്യും. പിന്നീട് അത് ഫീനോളായി മാറുക ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾസ് കഴിഞ്ഞു. അതിനടുത്ത് എന്താ? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോൾ ആണ്. ഫീനോൾ നിൽക്കും. ഫീനോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കുകയാണെങ്കിൽ സിങ്ക് ഡസ്റ്റ് വെച്ചാൽ ഫീനോളിന്റെ തല വെട്ടും. അത് ബെൻസീനായി മാറും. അതേസമയം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എടുത്താൽ 2,4,6 ട്രൈനൈട്രോഫീനോൾ. 2,4,6 വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. അതേസമയം ഡയല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ
കിട്ടുന്നത് ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും. എന്താ കിട്ടുക? ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ കിട്ടും. ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ ഫോം ചെയ്യും. അതുപോലെ തന്നെ ബ്രോമിൻ വാട്ടർ ഉപയോഗിക്കുക. ഫീനോളിലേക്ക് ബ്രോമിൻ വാട്ടർ ഉപയോഗിക്കുക. ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചാൽ 2,4,6 ട്രൈബ്രോമോഫീനോൾ 2,4,6 ട്രൈബ്രോമോഫീനോൾ ഫോം ചെയ്യും. 2,4,6 ട്രൈബ്രോമോഫീനോൾ ഫോം ചെയ്യും. അതേസമയം ഫീനോളിലേക്ക് ബ്രോമിൻ കാർബൺ ഡൈ സൾഫൈഡ് ഉപയോഗിച്ചാൽ ഓർത്തോബ്രോമോഫീനോളും പാരാബ്രോമോഫീനോളും ഉണ്ടാവും. ഓർത്തോബ്രോമോ പാരാബ്രോമോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. യെസ്, കോൾപിറ്റ്സ് റിയാക്ഷൻ ആണ്. ഒന്നുമില്ല, ഫീനോൾ എടുക്കാം. ഫീനോൾ എടുത്തിട്ട് അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് NaOH ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് അസിഡിഫൈ ചെയ്താൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് അഥവാ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുക. സാലിസിലിക് ആസിഡ് ഫോം ചെയ്യും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് കോൾപിറ്റ്സ് റിയാക്ഷൻ. ഫീനോളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും NaOH ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ എന്ത് ഫോം ചെയ്യും? സാലിസിലിക് ആസിഡ് ഫോം ചെയ്യും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? കോൾപിറ്റ്സ് റിയാക്ഷൻ. അടുത്ത് റീമറ്റൈമിൻ റിയാക്ഷൻ ആണ്. ഫീനോളിലേക്ക് ക്ലോറോഫോം NaOH ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ എന്ത് ഫോം ചെയ്യും? സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഓർത്തോപോഷനിൽ CH വരും. സാലിസിൽ ആൽഡിഹൈഡ്. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? റീമർടൈമിൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? റീമർടൈമിൻ റിയാക്ഷൻ. ക്ലിയർ അല്ല? അടുത്ത് ഈതേഴ്സ് ആണ്. ഈതേഴ്സിലേക്ക് മാത്രം വില്യംസൺ സിന്തസിസ് ആണ്. എന്താണ് വില്യംസൺ സിന്തസിസ്? ഒന്നുമില്ല, ആൽക്കൈൽ ഹാലൈഡിലേക്ക് സോഡിയം ആൽക്കോക്സൈഡ് ആൽക്കോഹോൾ H പോയിട്ട് NA വരിക. ഇത് പ്രൈമറി അയക്കണം, മസ്റ്റ് ആണ്. ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി അയക്കണം. അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിലേക്ക് ഇത് പ്രൈമറി അയക്കണം. സോഡിയം ഫീനോക്സൈഡ് എന്താ വെക്കുക? സോഡിയം ഫീനോക്സൈഡ് വെക്കുക. അത് ഈതറായി മാറും. ഈതർ NaCl പോയി ഈതറായി മാറി. CH3O CH3 ഈതറായി മാറി. CH3O CH5. ഇതിനെ വിളിക്കുന്ന പേരാണിത് വില്യംസൺ സിന്തസിസ്. ക്ലിയർ അല്ലേ? ഇതെന്തായിക്കണം? ഇത് മസ്റ്റ് ആയിട്ട് അയക്കണം, പ്രൈമറി അയക്കണേ. ഇത് രണ്ടും മസ്റ്റ് ആയിട്ടും പ്രൈമറി അയക്കണം. ടേഴ്ഷ്യറി ആണെങ്കിൽ ഈതർ ഫോം ചെയ്യത്തില്ല. ടേഴ്ഷ്യറി ആണെങ്കിൽ ആൽക്കീന ഫോം ഈതർ ഫോം ചെയ്യത്തില്ല. ഓർമ്മിച്ച് വെച്ചോ. ഈതേഴ്സിൽ ഒറ്റ റിയാക്ഷൻ ആണ്. റിയാക്ഷൻ വിത്ത് HI ആണ്. മക്കൾ നോക്കുക, ഇതിനെ വിളിക്കുക അൺസിമെട്രിക്കൽ ഈതർ എന്ന് വിളിക്കുക. എന്തുകൊണ്ട് ഇതിനെ അൺസിമെട്രിക്കൽ എന്ന് വിളിക്കുന്ന വെച്ചാൽ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഈഥൈൽ ഗ്രൂപ്പാണ്. ഇതിലേക്ക് HI വെച്ചാൽ, ശ്രദ്ധിച്ചോ, ഇതിലേക്ക് HI വെച്ചാൽ അയോഡിൻ നിൽക്കുക ആരെ കൂടിയാ? ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ഏതാണോ അതിന്റെ കൂടെയാണ് അയോഡിൻ നിൽക്കുക. അയോഡിൻ ഇവിടെ വരും, H ഇവിടെ വരും. എന്താ കിട്ടുക? CH3I പ്ലസ് CH3 CH2OH മാറി. ക്ലിയർ അല്ലേ? അയോഡിൻ ആരെ കൂടെ നിൽക്കും? ചെറിയ ഗ്രൂപ്പിനെ കൂടെ നിൽക്കും. ഇതാ അടുത്ത എക്സാമ്പിൾ OCH3. ഇത് അയോഡിൻ ആരെ കൂടെ നിൽക്കും? അയോഡിൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ഇവിടെ അയോഡിൻ നിൽക്കും, H ഇവിടെയും പോകും. എന്താ കിട്ടുക? ഫീനോൾ പ്ലസ് മീഥൈൽ അയോഡൈഡ്. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങളൊരു ടേഴ്ഷ്യറി എടുക്കുക. മക്കളൊരു ടേഴ്ഷ്യറി എടുക്കുക. ഒരു സൈഡിൽ ടേഴ്ഷ്യറി, രണ്ട് സൈഡും പ്രൈമറി ആണെങ്കിൽ മാത്രമേ അയോഡിൻ ചെറിയ ഗ്രൂപ്പിനെ കൂടെ നിൽക്കുള്ളൂ. ആയതാ ഒന്ന് ടേഴ്ഷ്യറിയും ഒന്ന് പ്രൈമറിയുമാണെങ്കിൽ അയോഡിൻ നിൽക്കുന്ന ആരെ കൂടെ ആയിരിക്കും? അയോഡിൻ നിൽക്കുക ടേഴ്ഷ്യറിന്റെ കൂടെ നിൽക്കുക. ടേഴ്ഷ്യറി. ഓർമ്മിക്കണേ, രണ്ട് സൈഡും പ്രൈമറി ആണെങ്കിൽ അയോഡിൻ ചെറിയ ഗ്രൂപ്പിനോട് നിൽക്കും. ഒരു സൈഡ് ടേഴ്ഷ്യറിയും ഒരു സൈഡ് പ്രൈമറി ആണെങ്കിൽ അയോഡിൻ ആരോട് നിൽക്കും? അയോഡിനും ഏറ്റവും വലിയ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കും. ടേഴ്ഷ്യറി ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുക. അയോഡിൻ ആരെ കൂടെ നിൽക്കുക? ടേഴ്ഷ്യറി ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഈതർ കഴിഞ്ഞു. അടുത്ത ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. റോസൻമെർട്സ് റിഡക്ഷൻ ആണ്. സിമ്പിൾ ആണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. COCl CHO മാറുന്ന റിയാക്ഷൻ. ആസിഡ് ക്ലോറൈഡ് RCOCl. പലേഡിയം ബേരിയം സൾഫേറ്റ്. ആരൊക്കെ പറ? പലേഡിയം ബേരിയം സൾഫേറ്റ് വെച്ചാൽ COCl become CHO, RCHO ആയി മാറി. RCHO. ഇതിനെ വിളിക്കുന്ന പേരാണ് റോസൻമെർട്സ് റിഡക്ഷൻ. ഇവിടെ സൾഫർ ഒക്കെ ഉപയോഗിക്കും, സൾഫർ ഓർ ക്വിനോൺ ഒക്കെ ഉപയോഗിക്കും വേണമെങ്കിൽ റിഡക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ഫർദർ റിഡക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഇനി സ്റ്റീഫൻ റിഡക്ഷനാ. CN become, ഇങ്ങനെ പഠിച്ചാൽ മതി. CN become CHO. CN എന്തായി മാറി? CHO ആയി മാറുന്ന റിയാക്ഷൻ. എവിടെയാണോ CN ഉള്ളത്? RCN. SnCl to HCl. സ്റ്റാനസ് ക്ലോറൈഡും HCl വെച്ചാൽ എന്തായി മാറി? CN become CHO. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. ക്ലിയർ അല്ലേ? അടുത്ത ഗട്ടർ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ഒന്നുമില്ല, ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക.
ബെൻസീനെ ബെൻസാൽഡിഹൈഡാക്കി മാറ്റുന്ന റിയാക്ഷനാണ് ഗട്ടർമാൻ-കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ഉപയോഗിക്കുക കാർബൺ മോണോക്സൈഡും HCl-ഉം AlCl3 ഉപയോഗിക്കും. ബെൻസീനെ ബെൻസാൽഡിഹൈഡ്. അടുത്ത എഡ്വാർഡ്സ് റിയാക്ഷൻ ആണ് ടൊളീന ബെൻസാൽഡിഹൈഡ് മീഥൈൽ ബെൻസീനെ ബെൻസാൽഡിഹൈഡാക്കി മാറ്റും. മീഥൈൽ ബെൻസീനെ ബെൻസാൽഡിഹൈഡാക്കി മാറ്റും, CHO ആക്കി മാറ്റും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എഡ്വാർഡ്സ് റിയാക്ഷൻ. CrO2Cl2 ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിക്കും, ക്രോമൈൽ ക്ലോറൈഡ്. അടുത്ത് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ഉണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ്. ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ദി കീറ്റോൺ. ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുക ഫോർമാൽഡിഹൈഡ് ആണ്. പിന്നെ അസറ്റാൽഡിഹൈഡ് ആണ്, അസറ്റാൽഡിഹൈഡ്. പിന്നെ ബെൻസാൽഡിഹൈഡ് ആണ്, ബെൻസാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്. പിന്നെ വരിക കീറ്റോൺ. എന്താ പറയുക? കീറ്റോൺ. ആരാണ്? ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ് വെച്ചാൽ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. ആൽഡിഹൈഡ് മോർ റിയാക്റ്റീവ് ആണ് കീറ്റോണിനേക്കാളും. കാരണം കീറ്റോണിൽ പ്ലസ് ഐ എഫക്റ്റ് ഉണ്ടെന്ന് എഴുതിയാൽ മതി. കീറ്റോണിൽ പ്ലസ് ഐ എഫക്റ്റ് ഉണ്ട്. ക്ലെമൻസൺ റിഡക്ഷൻ, റിഡക്ഷൻ ആണ് ക്ലെമൻസൺ. ക്ലെമൻസൺ റിഡക്ഷൻ COCH2 ആയി മാറുന്ന റിയാക്ഷൻ ആണ്. CO become CH2. ഇങ്ങനെ പഠിച്ചാൽ മതി. COCH2 ആയി മാറും. ഇത് ആൽഡിഹൈഡ് ആണ്. CH3CHO, CH3CHO. മക്കൾ നോക്കിയോ, ആൽഡിഹൈഡ് ആണ്. ഇതിലേക്ക് സിങ്ക് അമാൽഗം HCl, ക്ലെമൻസൺ ആണ്. സിങ്ക് അമാൽഗം HCl, CO എന്തായി മാറി? CH2 ആയി മാറി. അപ്പോൾ CH3 CH2H തന്നെ CH3. അതായത് ഈ CO എന്തായി മാറി? CH2H. ഈ CH2H കൂടി ചേർന്ന CH3. ആൽഡിഹൈഡ് ഹൈഡ്രോ കാർബണായി മാറി. അടുത്ത് CH3 കീറ്റോൺ, CO CH3, CO become CH3, CO become CH2, CH3 CH2 CH3. ആൽഡിഹൈഡിനെ കീറ്റോണിനെ ഹൈഡ്രോ കാർബണാക്കി മാറ്റാം സിങ്ക് അമാൽഗം HCl ഉപയോഗിച്ചാൽ. ആ റിഡക്ഷനെ വിളിക്കുന്ന പേരെന്താ? ക്ലെമൻസൺ റിഡക്ഷൻ. അടുത്ത വോൾഫ് കിഷൻ റിഡക്ഷൻ ആണ്. സെയിം തന്നെ. ആൽഡിഹൈഡിനെ കീറ്റോൺ, ഇത് ആൽഡിഹൈഡാ, CH3CHO. CO become ഇത് തന്നെ, CO become CH2, CO become എന്തായി മാറി? CH2. ഒരേ സാധനം. ഇവിടെ ഉപയോഗിക്കുന്നത് ഹൈഡ്രസീൻ ആൻഡ് KOH, ഹൈഡ്രസീൻ NH2NH2, ഹൈഡ്രസീനും ആൽക്കോളിക് KOH, ആൽക്കോളിക് KOH. CO become CH2. ഇവിടെ CO എന്തായി മാറി? CH2 ആയി മാറി. എന്താ കിട്ടുക? CH3 ആയി മാറി. ക്ലിയർ അല്ലേ? അടുത്ത കീറ്റോണാ, CH3 CO CH3 കീറ്റോൺ ആണ്. എന്ത് ഉപയോഗിക്കുക? ഹൈഡ്രസീൻ KOH ഉപയോഗിച്ചാൽ CH3 CH2 CH3 ആയി മാറി. ഇതാണ് ഇത് ഹൈഡ്രസീൻ KOH, ആൽക്കോളിക് KOH. ഇതിനെ വിളിക്കുന്ന പേരാണ് വോൾഫ് ഫിഷൻ റിഡക്ഷൻ. അടുത്തത് ഓക്സിഡേഷൻ വിത്ത് ടോളറൻസ് റിയേജന്റ്. ആൽഡിഹൈഡിനെ കീറ്റോണിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജന്റാണ് ടോളറൻസ് റിയേജന്റ്. ആൽഡിഹൈഡും ടോളറൻസ് റിയേജന്റും സിൽവർ മിറർ, കീറ്റോണും ടോളറൻസ് റിയേജന്റും നോ റിയാക്ഷൻ ആണ്. എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിലേക്ക് ടോളറൻസ് റിയേജന്റ് ആഡ് ചെയ്യാം. ടോളറൻസ് റിയേജന്റ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഇവിടെ സിൽവർ ഉണ്ടാവുക Ag2O എന്നുള്ള ഫോമില. ഈ ഓക്സിജൻ ഇവിടെ പോയി ഓക്സിഡൈസ് ചെയ്യും. എന്തായി മാറി? CH3COH, കാർബോക്സിലിക് ആസിഡായി മാറി. അതേസമയം സിൽവർ ഓക്സൈഡ് സിൽവറായി മാറും. എന്നിട്ട് ടെസ്റ്റോബിനെ സൈഡുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. കീറ്റോണിന്റെ കേസിലാണെങ്കിലോ, കീറ്റോണിന്റെ കേസിൽ ടോളറൻസ് റിയേജന്റ് റിയാക്ട് ചെയ്യില്ല. കാരണം എന്താ? കീറ്റോൺ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യില്ല. ടോളറൻസ് റിയേജന്റ് ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റാണ്. ഇത് ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യും, കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യില്ല. തന്നിരിക്കുന്നത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ടോളറൻസ് റിയേജന്റ്. തന്നിരിക്കുന്ന കോമ്പൗണ്ട് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, ടോളറൻസ് റിയേജന്റ് ഒഴിക്കുക, സിൽവർ ലെയർ ഫോം ചെയ്ത ആൽഡിഹൈഡ് ആണ്, ഇല്ലെങ്കിൽ എന്താ? കീറ്റോൺ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്സിഡേഷൻ വിത്ത് ഫെള്ളിംഗ് സൊല്യൂഷൻ ആണ്. ആൽക്കലൈൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കണ്ടെയ്നിങ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ടാർട്രേറ്റ്. ഇതും ആൽഡിഹൈഡിനെ കീറ്റോണിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കും. തന്നിരിക്കുന്ന ആൽഡിഹൈഡ് ആണെങ്കിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ ഫോം ചെയ്യും. കീറ്റോൺ ആണെങ്കിൽ നോ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിലേക്ക് ഫെള്ളിംഗ് സൊല്യൂഷൻ ഒഴിക്കുക. ആൽഡിഹൈഡിലേക്ക് ഫെള്ളിംഗ് സൊല്യൂഷനിൽ കോപ്പർ ഉണ്ടാവുക കുപ്രിക് ഓക്സൈഡ് എന്ന ഫോമില. ഈ ഓക്സിജൻ ആഡ് ചെയ്യും. ഇത് ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റും. CH3COH ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റിയ സമയത്ത് കുപ്രിക് ഓക്സൈഡ് കുപ്രസ് ഓക്സൈഡായി മാറും മക്കളെ. കുപ്രിക് ഓക്സൈഡ് കുപ്രസ് ഓക്സൈഡ്. ഈ കുപ്രസ് ഓക്സൈഡിന്റെ കളറാണ് മക്കളെ റെഡ് കളർ. കീറ്റോണിന്റെ കേസ് ആണെങ്കിലോ, കീറ്റോൺ ആണെങ്കിൽ നോ റിയാക്ഷൻ ആണ്. നമ്മൾ അവസാന ടോപ്പിക്കിലേക്ക് കിടക്കാണ് അല്ലെ. വളരെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ടോപ്പിക് പഠിച്ചിട്ട് അവസാന റിയാക്ഷൻ നോ റിയാക്ഷൻ ആണ്. കീറ്റോണിന്റെ കേസിൽ എന്താ? നോ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്സിഡേഷൻ വിത്ത് ഫെള്ളിംഗ് സൊല്യൂഷൻ കഴിഞ്ഞു. കെന്നിസെറോ റിയാക്ഷൻ ആണ്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്, ഫോർ എക്സാമ്പിൾ ഫോർമാൽ, ഇങ്ങനെ പഠിച്ചാൽ മതി. CHO എന്തായി മാറി? COONA ആയി മാറി. അടുത്ത CHO എന്തായി മാറി? CH2OH ആയി മാറി. CH2OH. അതാണ് കാനിസെറോ. ഫോർ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത രണ്ട് ആൽഡിഹൈഡ് HCHO. ഒരു CHO എന്തായി മാറും? ഒരു CHO COONA ആയി മാറും. അടുത്ത CHO എന്തായി മാറും? CH2OH ആയി മാറി. ഇത് തന്നെ. അതായത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത രണ്ട് ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യാം.
ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റേ ആൾക്ക് റിഡക്ഷനും. ഒരു CH എന്തായി മാറി COONA, മറ്റേ CH എന്തായി മാറി CH2OH. ആരുടെ പ്രസൻസിലാ? കോൺസെൻട്രേറ്റഡ് NaOH. കോൺസെൻട്രേറ്റഡ് NaOHന്റെ പ്രസൻസിലാണ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കാനിസെറോ റിയാക്ഷൻ. അടുത്ത് ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. ആൽഫ ഹൈഡ്രജനുള്ള 2 ആൽഡിഹൈഡ്, ആൽഫ ഹൈഡ്രജനുള്ള 2 ആൽഡിഹൈഡ്, ആൽഫ ഹൈഡ്രജനുള്ള 2 ആൽഡിഹൈഡ്. ഇതാണ് ആൽഫ ഹൈഡ്രജൻ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ഇവർ റിയാക്ട് ചെയ്യും. എന്താ പോവുക? H2O പോവും. H2O, ആൽഫ ബീറ്റ CH3, CH ഡബിൾ ബോണ്ട് CH ഫോം ചെയ്തു. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഫോം ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൾഡോൾ കണ്ടൻസേഷൻ. എന്താ വിളിക്കുക? ആൾഡോൾ കണ്ടൻസേഷൻ. റിയാക്ഷൻ നടക്കുന്നത് ഡൈല്യൂട്ട് NaOHന്റെ പ്രസൻസിലാണെന്ന് മാത്രം. ഓക്കെ, യെസ്. പിന്നെ അതിൽ കാർബോക്സിലിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ ഉള്ളത് HVZ റിയാക്ഷൻ. HVZ റിയാക്ഷൻ എന്താണ്? HVZ റിയാക്ഷൻ കാർബോക്സിലിക് ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ്. ഇവിടെയാണ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ് ഹാലോജനുമായിട്ട് റിയാക്ട് ചെയ്യും. ആരുടെ പ്രസൻസിൽ? റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ. ആരുടെ പ്രസൻസാ? റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ. ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് ആര് വരും? ഹാലോജൻ വരും. ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് ഹാലോജൻ വരും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? HVZ റിയാക്ഷൻ. എന്താ വിളിക്കുക? HVZ റിയാക്ഷൻ. അങ്ങനെ നമ്മൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, ഫീനോൾസ്, ഈതേഴ്സ്, ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അറൻസ് 3 ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷനും കവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എഴുതി പഠിക്കുക, നന്നായിട്ട് ശ്രമിച്ച് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.